ഇഡ്ഡലിയുടെയാണ്. അപ്പോൾ ഏറ്റവും ഫേമസ് ആയ രാമശ്ശേരി ഇഡ്ഡലി ആവട്ടെ, ഇത് തൃശ്ശൂർ പഴയ നടക്കാവ് ഫുഡ് എക്സിബിഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ രാമശ്ശേരി ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, ഒതൻറ്റിക്കായിട്ട് എങ്ങനെയാണ് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് അവിടെ ഉണ്ടാക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. ഒരു ഇഡ്ഡലിക്ക് 25 രൂപയാണ് കേട്ടോ, ഒരു ഇഡ്ഡലിപ്പൊടി. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലിയുടെ പ്രത്യേകത ഷേപ്പും ടെക്സ്ചറും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനുമാണ്. പല തരത്തിലുള്ള ഇത് പൈനാപ്പിൾ ഇഡ്ഡലി, പൈനാപ്പിൾ എന്താ ചെയ്യുന്നത്? പൈനാപ്പിൾ അരച്ച് ചേർക്കാം. പൈനാപ്പിൾ അരച്ചല്ല, പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ചിടും. ഇതുപോലെ തന്നെ അത് വന്ന് ചില്ലി ഇഡ്ഡലിക്ക് വേണ്ടിയുള്ളതാണ്, ആയിട്ടില്ല. വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലീസ് ഉണ്ട്. ഇത് പൈനാപ്പിൾ ഇഡ്ഡലി, മാംഗോ ഇഡ്ഡലി, ഇളനീർ ഇഡ്ഡലി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വേൾഡ് ഇഡ്ഡലി ഡേ ആഘോഷിക്കുകയാണ് എല്ലായിടത്തും. മാർച്ച് 30 ഒരു 2015 സ്റ്റാർട്ട് ചെയ്താണ്. ഇഡ്ഡലി സ്റ്റിക്കും ഉണ്ട് കേട്ടോ. ഇത് ട്രഡീഷണലായിട്ട് ചിറ്റൂരാണ്, ഒരു ചിറ്റൂർ മുത്തശ്ശിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞത്. അരിയും ഉഴുന്നും ഉലുവയൊക്കെ അതിൻ്റെ അനുവാദത്തിലെടുത്ത് അരച്ച് നന്നായി അരച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്ന വിധമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഇത് അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയത് ഈ ഇഡ്ഡലിയാണ്. അങ്ങനെ അതിന് രാമശ്ശേരി ഇഡ്ഡലി എന്ന് പേര് വന്നു. ഇഡ്ഡലിപ്പൊടിയും ഇതിനോട് ചേർക്കുന്ന ഇഡ്ഡലിപ്പൊടിയും വളരെ ടേസ്റ്റാണ്. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ. 50 കൊല്ലം 10 പൈസയായിരുന്നു ഇഡ്ഡലിക്ക്, ഇപ്പോൾ അത് എത്ര രൂപയായി അല്ലേ? ആ ഉണ്ടാക്കുന്ന രീതിയിലും ഷേപ്പ്, ടെക്സ്ചർ, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിലുമാണ് അതിൻ്റെ ഗുണമിരിക്കുന്നത്. ഇതിൽ സാമ്പാറോ പൊടിയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിൻ്റെ ആ രീതിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഉഴുന്നരിക്കുമ്പോൾ നല്ല വെള്ളം കുറച്ച് പന്ത് പോലെ എന്നാലും ഇങ്ങനെ കിട്ടുള്ളൂ. 2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നും 2 ടീസ്പൂൺ വീതം എന്തായാലും ഇന്ന് ഫേമസ് അല്ലേ? എൻ്റെ ഇഡ്ഡലിയും കൂടിയും ഒന്ന് കാണാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. Thank you.